സണ്ണി ജോസഫ് മന്ത്രിയായ സ്ഥിതിക്ക് പുതിയ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുത്തേ പറ്റൂ. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ള, കഴിവുള്ള, എന്നാൽ വളരെ ശക്തനായ ഒരു KPCC അധ്യക്ഷൻ കേരളത്തിൽ കൂടിയേ കഴിയൂ. അത് AICCക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP അദ്ദേഹത്തെ KPCC അധ്യക്ഷനാക്കണം എന്ന ആഗ്രഹം പലകുറി ഉന്നയിച്ചു. അദ്ദേഹം പറയുകയാണ്, എനിക്ക് PR വർക്ക് നടത്താനോ അല്ലെങ്കിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കാനോ ഒന്നും ആളില്ല, അതിനുവേണ്ട സംവിധാനങ്ങളുമില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാനുള്ള കഴിവെനിക്കുണ്ട്, പ്രാപ്തി എനിക്കുണ്ട്, ആത്മവിശ്വാസം എനിക്കുണ്ട് എന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഒരുപിടി ആളുകൾ KPCC അധ്യക്ഷനാകാൻ ആഗ്രഹിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ബെന്നി ബെഹനാൻ, ജോസഫ് വാഴക്കൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരൊക്കെ തന്നെ KPCC അധ്യക്ഷനാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുള്ളവരാണ്. എന്നാൽ അവരെക്കാളൊക്കെ തന്നെ ഒരുപടി താൻ മുന്നിലാണ് എന്ന കാര്യമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നത്. വ്യാജ ഐഡികൾ ഉണ്ടാക്കാനോ PR വർക്ക് നടത്താനോ ഉള്ള ആളുകൾ തൻ്റെ കയ്യിൽ ഇല്ല. സർക്കാരിന് എതിരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടിയുടെ തലപ്പത്ത് ശക്തനായ ഒരു നേതാവ് വേണം. ആ നേതാവാകാൻ തനിക്ക് കഴിയും എന്ന ആത്മവിശ്വാസം ഉണ്ട് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്തിനായി അവസരം നൽകണമെന്നാവശ്യപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ഹൈക്കമാൻഡിന് കത്തയക്കുകയും ചെയ്തു. ജാതിമത സമവാക്യങ്ങൾ കണക്കിലെടുക്കാതെ KPCC അധ്യക്ഷനെ തീരുമാനിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. പാർട്ടി നേരത്തെ മോശം പരിഗണനയാണ് തനിക്ക് നൽകിയത്. പ്രവർത്തന പാരമ്പര്യം പരിശോധിച്ചാൽ മുൻതൂക്കം എന്നും തനിക്കാണ് എന്ന കാര്യവും രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിയായതോടെയാണ് പദവി ലക്ഷ്യമിട്ട് MP-മാരും മുതിർന്ന നേതാക്കളും നീക്കം സജീവമാക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ, ജോസഫ് വാഴക്കൻ, VS ശിവകുമാർ എന്നിവർ ഉൾപ്പെടെയുള്ള ആളുകൾ KPCC അധ്യക്ഷനാകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു പാർട്ടിയെ നയിക്കാൻ അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റ് സമുദായ സമവാക്യങ്ങളോ അല്ല വലുത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പാർട്ടിയെ ശക്തമായി മുന്നിൽ നിന്ന് നയിക്കാൻ, ഒരു സർക്കാരിൻ്റെ ഭാഗമായ പാർട്ടിയെ മുമ്പോട്ട് ഉറച്ച ചുവടുവെപ്പുകളോടെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു കഴിവ്, പ്രാപ്തി ഒക്കെ തന്നെ തീർച്ചയായിട്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ മറ്റ് ഇപ്പോൾ സണ്ണി ജോസഫ് ആയാലും ജോസഫ് വാഴക്കനായാലും അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ആയാലും അവരാരും മോശക്കാരൊന്നുമല്ല. പക്ഷേ തനിക്ക് KPCC അധ്യക്ഷനാകണം എന്ന ആഗ്രഹം ഇത്രയും പരസ്യമായി വേറൊരു നേതാവ് പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. KPCCയുടെ അധ്യക്ഷ പദവിയെ ചൊല്ലി കോൺഗ്രസിൽ ഫ്ലക്സ് യുദ്ധം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കോഴിക്കോട്ടും തൃശ്ശൂരും കോട്ടയത്തും സണ്ണി ജോസഫിന് എതിരെ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്നും കോൺഗ്രസിന് വേണ്ടത് മുഴുവൻ സമയ പ്രസിഡന്റിനെ ആണെന്നും ഫ്ലക്സിൽ പറയുന്നു. കോൺഗ്രസിൽ ഒരാൾക്ക് ഒരു പദവിയും MP-യും MLA-മാരും മണ്ഡലം നോക്കട്ടെ എന്നും ഫ്ലക്സിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു MP-യാണ്, കാസർഗോഡ് MP-യാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, അതിൽ ഇടപെടേണ്ടതുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും. അപ്പോൾ അദ്ദേഹത്തെ പ്രസിഡന്റാക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. അതുപോലെ ഷാഫി പറമ്പിലും കൊടിക്കുന്നിൽ സുരേഷുമൊക്കെ സമാനമായി തന്നെ, ബെന്നി ബെഹനാനുമൊക്കെ തന്നെ സമാനമായ പദവികൾ അലങ്കരിക്കുന്നവരാണ്. സ്വതന്ത്രനായ ഒരു KPCC അധ്യക്ഷനെ, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു KPCC അധ്യക്ഷനെ നിയോഗിക്കണം എന്നുള്ള പ്രവർത്തകരുടെ ആവശ്യം ഹൈക്കമാൻഡ് ഏത് രീതിയിൽ കാണും, ഏത് രീതിയിൽ പരിഗണിക്കും എന്നാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. കേരളത്തിലെ കോൺഗ്രസിലെ വളരെ സമുന്നതമായ ഒരു പദവിയാണ് KPCC അധ്യക്ഷ സ്ഥാനം. നിരവധി പ്രമുഖരായ നേതാക്കൾ ഈ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. തെന്നല ബാലകൃഷ്ണപിള്ള, MM ഹസൻ, രമേശ് ചെന്നിത്തല, VM സുധീരൻ തുടങ്ങിയ നല്ല നേതാക്കളൊക്കെ തന്നെ ഈ പദവി അലങ്കരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ അതിനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. അദ്ദേഹം ഉറച്ച നിലപാടുകൾ ഉള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. കാലങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. അദ്ദേഹത്തെ പലകുറി പാർട്ടി പല വിഷയങ്ങളിലും തഴഞ്ഞതാണ്. അദ്ദേഹം K കരുണാകരൻ്റെ കൂടെ നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് പലകുറി നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയായാലും പരസ്യമായി തന്നെ KPCC അധ്യക്ഷനാക്കണം എന്ന നിലപാടുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തിയത് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയവും ആയിട്ടുണ്ട്.